ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4.3 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു 4 ബെഡ്റൂം വീട്. 4 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. ബസ് റൂട്ടിൽ നിന്നും 150 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. നമുക്ക് ആ വീട് 4.3 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. എൻ്റെ എലവേഷനിലായിട്ട് ധാരാളം ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായും ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ബാൽക്കണി കാണാം. അവിടെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ജനൽ, 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. വീടിൻ്റെ മതിലിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു മതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. 4-way LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ ലാമ്പ് കൊടുത്തിരിക്കുന്നു. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന വിശാലമായിട്ടുള്ള മുറ്റമാണ് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിംഗ് ബ്രിക്സുകൾ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. AWA വാട്ടർ കണക്ഷനും കിണർ വെള്ളവും നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ പുറകുവശത്താണ്. ഇവിടെ ഒരു വർക്ക് ഏരിയക്കുള്ള സ്പേസാണ്. കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിന് ചേർന്ന് തന്നെ സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് മെയിൻ ഡോർ. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ഒരു ഭാഗത്ത് TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വൈറ്റ് കളറുള്ള ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളും ഫാനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്ക് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസും വിശാലമായിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. സെറയുടേതാണ്. സാനിറ്ററി ഫിറ്റിങ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. താഴെ വാനിറ്റി കൗണ്ടർ. ഇവിടെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് കിച്ചൺ. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ നൽകിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. കിച്ചൺ വിൻഡോകൾ ഇവിടെ നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ നമുക്ക് ഈ വീടിന് അവൈലബിൾ ആകുന്നത്. ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വാർഡ്രോബ് കാണാം. ഇതാണ് വാർഡ്രോബ്. വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ പാളികളുള്ള ജനലും നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഫോൾ ഷീറ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സാനിറ്ററി ഫിറ്റിങ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ സെറ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ വാർഡ്രോബാണ്. വാർഡ്രോബ് ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിന് ഇത് കൂടാതെ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഇതാണ് ഡ്രസ്സിങ് സ്പേസ്. ഇവിടെ വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂം നേരത്തെ കണ്ടതുപോലെയുള്ള ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ്ങിൽ നിന്നാണ്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് വുഡും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ കയറി വരുമ്പോൾ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു പർഗോള കാണാം.
മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് സ്പേസാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ എക്സാക്റ്റ് മുകളിലായിട്ടാണ് ഈ സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ, യൂട്ടിലിറ്റി സ്പേസ്, പിന്നെ ബാൽക്കണിയുമാണ് വരുന്നത്. ബെഡ്റൂമുകൾക്ക് താഴത്തെ നിലയിൽപ്പെട്ട ബെഡ്റൂമുകളുടെ അതേ സ്പേസ് തന്നെയാണ്. അതേ ഡിസൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിരുന്നു, അതിന് പകരം ഒരു ജനൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ബാത്റൂം. ഇനി 4ാമത്തെ ബെഡ്റൂമാണ്. 4ാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം. 2 ഭാഗത്തും ജനലുകൾ കാണാം. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് തന്നെയാണിത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഗോവണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി. ഒരു കവേർഡ് സ്പേസ് മാത്രമാണ് ഇതാണ് ബാൽക്കണി. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി. 4.3 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 79 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.